ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം സർവേശ്വരൻ അതിശയമായി നമ്മളെ വഴി നടത്തിയതിന് ദൈവത്തിന് നന്ദി പറയുകയും നാളത്തെ ഉയർപ്പ് ഞായറിനായി നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം യേശുവിൻ്റെ ഉയർപ്പ് ഒരു ആഘോഷമോ അതോ ഒരു വിശ്വാസമോ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ദൈവവചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 14-15 വാക്യങ്ങൾ. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. ഈ വചനം നമുക്ക് വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. കർത്താവ് ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ ആരും തന്നെ കർത്താവ് ഉദ്ധിതനായ യേശുവാണെന്ന് ആരും തന്നെ വിശ്വസിച്ചില്ല. ആ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയുമാണ് കർത്താവ് കുറ്റപ്പെടുത്തുന്നത്. കാരണം കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പേ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് എല്ലാവരോടും കർത്താവ് പല പ്രാവശ്യങ്ങളിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ അവരുടെ ഹൃദയത്തിൽ അത് ഗ്രഹിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. നമ്മളോടും ഈ വചനം സംസാരിക്കുന്നത് ഇതുതന്നെയാണ്. നമ്മുടെ ഹൃദയ കാഠിന്യത്തെയും നമ്മുടെ വിശ്വാസരാഹിത്യത്തെയുമാണ് കർത്താവ് കുറ്റപ്പെടുത്തുന്നത്. സത്യക്രിസ്ത്യാനികൾ എന്ന് നമ്മൾ പറയുകയും നമ്മൾ ഹൃദയം കൊണ്ട് കർത്താവിൻ്റെ ഉത്ഥാനം വിശ്വസിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. ഈ ഉത്ഥാന ദിവസം ഒരു വലിയ ആഘോഷമാക്കി നമ്മൾ തീർക്കുക മാത്രമാണോ ചെയ്യുന്നത്? അതോ എൻ്റെ ഉദ്ധിതനായ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. നാളത്തെ ആഘോഷത്തിന് വേണ്ടി നമ്മൾ പലരും പല രീതികളാണ് കാര്യങ്ങൾ റെഡിയാക്കിയിരിക്കുന്നത്. നാളെ വിശുദ്ധ ഞായറാഴ്ച നമ്മൾ ദേവാലയത്തിൽ പോകുന്നതിന് മുമ്പേ ഒന്നുകൂടെ നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ യഥാർത്ഥമായി ഉദ്ധിതനായ യേശുവിനെ നമ്മൾ സ്വീകരിച്ചിട്ടാണോ, അതോ വെറും ഒരു ആഘോഷമെന്ന രീതിയിൽ, ഒരു ഈസ്റ്റർ ആഘോഷമെന്ന രീതിയിലാണോ നാളത്തെ ദിവസം നമ്മൾ കാണുന്നതെന്ന് നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം. കർത്താവ് അവരെ കുറ്റപ്പെടുത്തി കഴിഞ്ഞിട്ട് കർത്താവ് അവരോട് പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുവീൻ എന്നാണ്. നമുക്ക് എല്ലാവരുടെ അടുത്തും സുവിശേഷം അറിയിക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ട് നമ്മുടെ ദൈവത്തെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-16 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായി 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും വായിച്ച് നമ്മളത് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമായി മാറും. നമ്മുടെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് അത് പകരുവാൻ നമുക്ക് സാധിക്കും. യഥാർത്ഥമായി യേശുവിനെ, ഉദ്ധിതനായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരും എന്ന് വചനം നമ്മളോട് പറയുകയാണ്. നാളത്തെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പായി നമുക്ക് കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, നീ നിൻ്റെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തിയ പോലെ ഈ വചനം ഞങ്ങളെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെയും ഞങ്ങളുടെ ഹൃദയ കാഠിന്യത്തെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അപ്പാ, ഉദ്ധാന ദിവസമായ നാളത്തെ ഞായറിൽ അപ്പാ, നീ ഞങ്ങളോട് ഇടപെട്ട് ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ ഹൃദയ കാഠിന്യത്തെ നീ മാറ്റിത്തരണമേ. അവിടുന്ന് ലോകത്തിൻ്റെ വെളിച്ചമാക്കി നീ ഞങ്ങളെ തീർക്കണമേ. യോഹന്നാൻ 10:10 പറയുന്നത് പോലെ കർത്താവിൻ്റെ ജീവൻ ഞങ്ങളിലേക്ക് നാളത്തെ വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കണേ. ഒരു വലിയ ഉത്ഥാനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു
ഉത്ഥാനത്തിൻ്റെ ആഘോഷം ഞങ്ങൾ കൊണ്ടാടുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയം കൊണ്ട് നിൻ്റെ ഉത്ഥാനത്തിൽ ഞങ്ങൾ സന്തോഷിക്കുവാനും അപ്പാ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഒരു ഉയർപ്പ് ഞായർ ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.